Good morning. Good morning. കേൾക്കുന്നില്ലേ? Good morning, ma'am. Good morning, ma'am. ക്രിസ്മസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നോ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് ട്രെയിനിങ് മെത്തേഡ്സ് ആണ് എടുത്തിരുന്നത്. അത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ അടുത്തത് പെർഫോമൻസ് അപ്രൈസൽ ആണ് കേട്ടോ. എടുത്തു തുടങ്ങാലോ? സ്റ്റാർട്ട് ചെയ്തോട്ടെ? ഡൗട്ടും കാര്യങ്ങളൊന്നും ഇല്ലെന്ന് വിചാരിക്കുന്നു. Performance appraisal. A performance appraisal is a process of estimating an employee's performance of a job in terms of its requirements. Performance appraisal എന്ന് പറഞ്ഞാല് അതായത് എംപ്ലോയീസിന്റെ അതായത് എംപ്ലോയ്മെന്റിന്റെ ആവശ്യകത അനുസരിച്ച് എംപ്ലോയീസിന്റെ പെർഫോമൻസ് അളക്കുന്നതിനെയാണ് എസ്റ്റിമേറ്റ് ചെയ്യുന്നതിനെയാണ് പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത് കേട്ടോ. ഒന്നുകൂടി പറയാം. എംപ്ലോയ്മെന്റിന്റെ ആവശ്യകത അനുസരിച്ചിട്ട് എംപ്ലോയീസിന്റെ പെർഫോമൻസ് അളക്കുന്നതിനെ അഥവാ എസ്റ്റിമേറ്റ് ചെയ്യുന്നതിനെ പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നു. ഓക്കെ, അപ്പൊ ഈ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്നത്, ഈ പെർഫോമൻസ് അളക്കും എന്ന് പറഞ്ഞല്ലോ, അതെങ്ങനെയാണ്, ഏതൊക്കെ സ്റ്റെപ്പുകളിലൂടെയാണ് അത് പോകുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, എസ്റ്റാബ്ലിഷ് പെർഫോമൻസ് സ്റ്റാൻഡേർഡ്സ്. ആദ്യം തന്നെ കുറച്ച് സ്റ്റാൻഡേർഡുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ ആവുമ്പോൾ ഏതെങ്കിലും ഒരു സ്ഥാപനം എടുക്കാം നിങ്ങൾ, ആ ഒരു സ്ഥാപനത്തിന് നിശ്ചിതമായിട്ട് ഒരു എയിം ഉണ്ടാകും അല്ലെ. അതായത് ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് എടുക്കുകയാണെങ്കിൽ ഒരു ദിവസം 100 പ്രൊഡക്ഷൻ അവിടെ നടക്കണം അല്ലെങ്കിൽ എംപ്ലോയീസ് നടത്തണമെന്ന് ആ സ്ഥാപനത്തിന് ചില മാനദണ്ഡങ്ങൾ ഉണ്ടാകും. അപ്പൊ ആദ്യം തന്നെ എന്താ ചെയ്യുക, ഒരു സ്റ്റാൻഡേർഡ് രൂപീകരിക്കുക, അതായത് ഒരു എയിം മുന്നോട്ട് വെക്കുക. ഓക്കെ, അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തത്, കൺവേ പെർഫോമൻസ് എക്സ്പെക്ടേഷൻ ടു എംപ്ലോയീസ്. എംപ്ലോയീസിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത്, ഒരു സ്ഥാപനം എന്തൊക്കെ രീതിയിലാണ്, ഇപ്പോ 100 പ്രൊഡക്ഷൻ ഒരു ദിവസം ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്ഥാപനമാണെങ്കിൽ അത് അവിടുത്തെ എംപ്ലോയീസിൽ നിന്ന് അവർക്ക് കിട്ടുന്നുണ്ടോ എന്ന് ആദ്യം അവർക്ക് ചെക്ക് ചെയ്യാറുണ്ട്. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. ദെൻ മൂന്നാമത്തത്, മെഷർ റിയൽ പെർഫോമൻസ്. ഒരു എംപ്ലോയിയുടെ റിയൽ ആയിട്ടുള്ള പെർഫോമൻസ് അളക്കുന്നു. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഒരു ദിവസം 100 പ്രൊഡക്ഷൻ ആണ് ഒരു പ്രൊഡക്ഷൻ യൂണിറ്റിന് ഉത്പാദിപ്പിക്കുന്നതെങ്കിൽ അവിടുത്തെ എംപ്ലോയീസിനോട് അവർ പറയും 100 എണ്ണം ഉത്പാദിപ്പിക്കണം കേട്ടോ, 100 എണ്ണം നമ്മുടെ ടാർജറ്റ് എന്ന് പറയും. പക്ഷെ ചില എംപ്ലോയീസിന് 100-ൽ താഴെയോ അല്ലെങ്കിൽ 100 ഉത്പാദിപ്പിക്കാനേ സാധിക്കുകയുള്ളൂ. എന്നാൽ മറ്റ് ചില എംപ്ലോയീസിനാകട്ടെ 100-ൽ കൂടുതൽ ഉത്പാദിപ്പിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഓരോരുത്തരുടെ കേപ്പബിലിറ്റി അനുസരിച്ചിരിക്കും അങ്ങനെ ഉത്പാദിപ്പിക്കുന്നത്. അപ്പൊ നമ്മുടെ ഹോസ്പിറ്റൽ ആണെങ്കിൽ ഇത് തന്നെയാണ് ആളുകളെ കൈകാര്യം ചെയ്യുന്നത്. ഇപ്പൊ ഒരു വ്യക്തിക്ക് തന്നെ, ഒരു റിസപ്ഷനിസ്റ്റിന് തന്നെ 10,000 എന്താ പറയാ കസ്റ്റമേഴ്സിനെ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. എന്നാൽ വേറൊരു റിസപ്ഷനിസ്റ്റിന്റെ തന്നെ നോക്കിയാൽ അവർക്ക് അത്രയും ആളുകളെ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പൊ അവരുടെ റിയൽ പെർഫോമൻസ് നോക്കുന്നതാണിത് മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. ദെൻ നാലാമത്തെ പോയിന്റ്, കമ്പയർ ആക്ച്വൽ പെർഫോമൻസ് വിത്ത് സ്റ്റാൻഡേർഡ്സ്. ഇവര് കമ്പയർ ചെയ്യുന്നു, അതായത് ഒരു എംപ്ലോയി ചെയ്ത പെർഫോമൻസിനെ അവിടുത്തെ സ്റ്റാൻഡേർഡുമായിട്ട് കമ്പയർ ചെയ്യുന്നു. ഇപ്പൊ 100 എണ്ണമാണ് ഒരു പ്രൊഡക്ഷൻ യൂണിറ്റിൽ ഉത്പാദിപ്പിക്കുന്നതെങ്കിൽ ചിലപ്പോൾ 50 എണ്ണം മാത്രമാണ് എംപ്ലോയിക്ക് ഉത്പാദിപ്പിക്കാനായിട്ട് സാധിക്കുക. അപ്പൊ അതുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കമ്പയർ ചെയ്യുന്നുണ്ട്. റിയൽ എയിമിനെ അവരുടെ പെർഫോമൻസുമായിട്ട് കമ്പയർ ചെയ്യും. Then discuss the appraisal with the employee. അതായത് എംപ്ലോയീസിനെ ഡിസ്കഷനിൽ ഇൻവോൾവ് ചെയ്യിക്കുന്നു. നമുക്കറിയാം ചില സ്ഥാപനങ്ങളിൽ മാനേജ്മെന്റ് എന്ത് ചെയ്യാറുണ്ട്, എംപ്ലോയീസിന്റെ ഒപ്പീനിയൻ ചോദിക്കാറുണ്ട്, അവരുടെ ഒപ്പീനിയൻസിന് വാല്യൂ കൊടുക്കാറുണ്ട്, അവരുടെ ഒപ്പീനിയൻസ് കൂടി ഉൾപ്പെടുത്തിയിട്ട് പുതിയ പുതിയ നിയമങ്ങൾ രൂപീകരിക്കാറുണ്ട്. അപ്പൊ അതാണ് ആ ഒരു പോയിന്റ് പറയുന്നത് കേട്ടോ.
The last point, if necessary, begin corrective action. അതായത് എംപ്ലോയീസിന്റെ ഒപ്പീനിയൻ കേട്ടിട്ട് വേണമെങ്കിൽ തിരുത്തലുകൾ നടത്താവുന്നതാണ്, പുതിയ പുതിയ നിയമങ്ങൾ രൂപീകരിക്കാവുന്നതാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളിലൂടെയാണ് എന്ത് നടക്കുന്ന പെർഫോമൻസ് അപ്രൈസലിന്റെ സ്റ്റേജുകൾ മുന്നോട്ട് പോകുന്നത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഇനി അടുത്തത് നോക്കാം നമുക്ക്. മോട്ടിവേഷൻ. മോട്ടിവേഷൻ കേട്ടിട്ടില്ലേ നിങ്ങള്? പലതരത്തിലുള്ള മോട്ടിവേഷൻസ് ഉണ്ട് അല്ലേ? ചാപ്റ്റർ അറിയില്ലേ? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് കേട്ടോ. The goals of the individuals and the organization can be attained through persuading workers towards productive performance, called the motivational process. It attracts and begins action and also acts as a factor in the continuation of activity until objectives have been attained. എന്താണ് മോട്ടിവേഷൻ? ഒരു സ്ഥാപനത്തിന് എങ്ങനെയാണ് മോട്ടിവേഷൻ പ്രാവർത്തികമാക്കുന്നത് നമുക്ക് നോക്കാം. ഇൻഡിവിജ്വൽസിനെയും ഓർഗനൈസേഷന്റെ എയിംസിനെയും നിറവേറ്റുന്നതിന്, അതായത് ഇൻഡിവിജ്വൽസിനും ഓർഗനൈസേഷനും നിശ്ചിത എയിം ഉണ്ടാകും, അത് നിറവേറ്റുന്നതിന് ഒരു സ്ഥാപനം കൊടുക്കുന്ന മോട്ടിവേഷനെ കുറിച്ചിട്ടാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പോ ഓർഗനൈസേഷൻ എയിം ഉണ്ടാവും, അതുപോലെ തന്നെ ഇൻഡിവിജ്വൽസിന് എയിം ഉണ്ടാവും ഒരു സ്ഥാപനത്തില്. അത് നിറവേറ്റുന്നതിന് ഒരു സ്ഥാപനം കൊടുക്കുന്ന മോട്ടിവേഷനെ കുറിച്ച് ഇതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എങ്ങനെയാണ് മോട്ടിവേഷൻ കൊടുക്കുക? എന്തിനാണ് മോട്ടിവേഷൻ കൊടുക്കുന്നത്? വ്യക്തികളുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടാനും അതുപോലെ തന്നെ സ്ഥാപനത്തിന്റെ ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിനുമാണ്. സ്ഥാപനം നിലനിർത്താനും എന്ത് കൊടുക്കുന്നുണ്ട്? എംപ്ലോയീസിന് മോട്ടിവേഷൻ കൊടുക്കുന്നുണ്ട്. ഒന്നുകൂടി പറയാം കേട്ടോ. വ്യക്തികളുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ പ്രോത്സാഹിപ്പിക്കുകയും ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നത് വരെ പ്രവർത്തനം നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് മോട്ടിവേഷൻ. അപ്പോ നമ്മൾ ഒരു സ്ഥാപനത്തിലെ എംപ്ലോയീസിന് മോട്ടിവേഷൻ കൊടുക്കുകയാണെങ്കിൽ അവിടുത്തെ പ്രൊഡക്ടിവിറ്റി കൂടുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ ആ സ്ഥാപനത്തിന്റെ ലക്ഷ്യങ്ങൾ നിറവേറുന്നതാണ്. ദെൻ ആ സ്ഥാപനത്തിന്റെ പ്രവർത്തനം എക്കാലവും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും മോട്ടിവേഷനിലൂടെ സഹായിക്കുന്നുണ്ട്. ക്ലിയർ ആണോ? മനസ്സിലായോ? ഓക്കെ ആണോ? താഴെ പറയുന്ന കാര്യങ്ങൾ പറയുമ്പോൾ ഒന്നും കൂടി ക്ലിയർ ആവും കേട്ടോ. Then objective of motivation. എന്താണ് മോട്ടിവേഷന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്? It is the purpose of motivation to create condition in which people are willing to work with passion, initiative, interest and enthusiasm. Enthusiasm എന്ന് പറഞ്ഞാൽ ഉത്സാഹം എന്നാണ് കേട്ടോ. ഉത്സാഹം. With a high personal and group moral satisfaction, with a sense of responsibility, loyalty and discipline, and with pride and confidence, in a most coherent manner, so that the goals of an organization are attained effectively. Motivational techniques are to pursue employees' growth. അതായത് വ്യക്തികൾ ഉത്സാഹത്തോടെയും ഉത്തരവാദിത്തത്തോടെയും അച്ചടക്കത്തോടെയും ആത്മവിശ്വാസത്തോടെയും ജോലി ഫലപ്രദമായി കൈവരിക്കുന്നതിന് ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ മോട്ടിവേഷൻ ലക്ഷ്യമിടുന്നു. അപ്പൊ ഒരു സ്ഥാപനത്തിലെ എംപ്ലോയീസിന് എന്തിനു വേണ്ടിയിട്ടാണ് മോട്ടിവേഷൻ കൊടുക്കുന്നത്? ആ സ്ഥാപനത്തിൽ ആ വ്യക്തികൾ അല്ലെങ്കിൽ ആ എംപ്ലോയീസ് ഉത്സാഹത്തോടെ പ്രവർത്തിക്കാനും ഉത്തരവാദിത്തത്തോടെ ജോലി നിറവേറ്റാനും അച്ചടക്കത്തോടെ പെരുമാറാനും ആത്മവിശ്വാസത്തോടു കൂടി ജോലി നിറവേറ്റുവാനുമാണ് ഒരു സ്ഥാപനം എന്ത് കൊടുക്കുന്നത്? മോട്ടിവേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. അതാണ് മോട്ടിവേഷന്റെ ലക്ഷ്യം. ഒരു സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് അവിടെയുള്ള മാനേജ്മെന്റ് അവിടെയുള്ള എംപ്ലോയീസിന് മോട്ടിവേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങളിപ്പോ ഒരു ജോലിക്ക് പോയി, ഹോസ്പിറ്റലിൽ ജോലിക്ക് പോയി എന്ന് വിചാരിക്കുക. അവിടെയുള്ള മാനേജ്മെന്റ് എന്ത് ചെയ്യും? നിങ്ങളെ സ്ഥിരം മോട്ടിവേറ്റ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടുകയും അതിലൂടെ സ്ഥാപനത്തിന് അച്ചീവ്മെന്റ് ഉണ്ടാകുകയും ചെയ്യുക എന്നതാണ് മോട്ടിവേഷന്റെ ലക്ഷ്യം. ക്ലിയർ ആണോ? മനസ്സിലായോ? ഒന്നുകൂടി പറയണ്ടല്ലോ. ഓക്കെ, അടുത്തത്
മാനേജ്മെന്റ് ടെക്നിക്സ് ഡിസൈൻഡ് ടു ഇൻക്രീസ് മോട്ടിവേഷൻ. അതായത് മോട്ടിവേഷനെ ഇൻക്രീസ് ചെയ്യുന്ന ചില ടെക്നിക്കുകൾ ഉണ്ട്. മോട്ടിവേഷൻ കൂട്ടുന്നതിന് വേണ്ടിയിട്ട് മാനേജ്മെന്റ് ചില ടെക്നിക്കുകൾ യൂസ് ചെയ്യും. ആ ടെക്നിക്കുകളെ കുറിച്ചിട്ടാണ് നമ്മൾ ഇനി പറയാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് വൺ, ഫിനാൻഷ്യൽ മോട്ടിവേറ്റേഴ്സ്. Such motivation is linked directly or indirectly with money, wages and salary, bonuses, profit sharing, leave with pay, medical reimbursement, etc. ചില സ്ഥാപനങ്ങൾ എന്ത് കൊടുക്കാറുണ്ട്? മോട്ടിവേഷൻ കൊടുക്കാറുണ്ട്. ഞാൻ പറഞ്ഞു, നമ്മളിപ്പോ മോട്ടിവേഷനെ കുറിച്ചിട്ടാണല്ലോ പറഞ്ഞത്. എന്നാൽ അത് പല രൂപത്തിലാണ് കൊടുക്കുക. ചില സ്ഥാപനങ്ങള് ആളുകൾക്ക് മണിയായിട്ട് എന്ത് കൊടുക്കാറുണ്ട്? മോട്ടിവേഷൻ കൊടുക്കാറുണ്ട്. നല്ല രീതിയിൽ നമ്മൾ ജോലിയൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടാറുണ്ട്? ക്യാഷ് പ്രൈസസ് ഒക്കെ കിട്ടാറില്ലേ? അത് എന്ത് തരം മോട്ടിവേഷൻ ആണ്? മണി മോട്ടിവേഷൻ ആണ്. അല്ലെങ്കിൽ അതൊരു ടെക്നിക്കാണ്. ആളുകളെ, നമ്മൾക്ക് ഒരു തവണ ക്യാഷ് പ്രൈസ് കിട്ടിയെന്ന് വിചാരിക്കുക, നല്ല രീതിയിൽ ജോലി ചെയ്തതിന് നമ്മൾ എന്ത് ചെയ്യും? അടുത്ത വർഷവും അത് കിട്ടാൻ വേണ്ടി നമ്മൾ ശ്രമിക്കും. ഒരിക്കലും അതിന് താഴേക്ക് പോവില്ല. നമ്മുടെ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ നമ്മുടെ ജോലിയിലെ കഴിവുകൾ അതുവഴി വർദ്ധിപ്പിക്കാനാണ് അതുവഴി സാധിക്കുക. ഓക്കെ, അപ്പൊ മണി ആയിട്ട് കൊടുക്കാറുണ്ട്. ദെൻ രണ്ടാമത്തത് വേജസ് ആൻഡ് സാലറി. വേജസും സാലറിയും എന്ത് ചെയ്യാറുണ്ട്? കൂട്ടിക്കൊടുക്കാറുണ്ട്. അത് ഒരു തരം മോട്ടിവേഷൻ ആണ്. മാനേജ്മെന്റ് ചെയ്യുന്ന ടെക്നിക്കായിട്ട് ഇതൊക്കെ. ദെൻ ബോണസസ്, അതായത് ചില ഫെസ്റ്റിവൽ സീസണിൽ ചില ആഘോഷം, നമ്മുടേതായിട്ടുള്ള ചില ഉത്സവങ്ങളൊക്കെ ഉണ്ടാവില്ലേ, ആ സമയത്തൊക്കെ എന്ത് കൊടുക്കാറുണ്ട്? ബോണസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. നമുക്കറിയാം നോർത്ത് ഇന്ത്യയിലൊക്കെ മറ്റൊക്കെ ആണെങ്കിൽ, നമ്മുടെ ഇവിടെ എനിക്കറിയില്ല, ദീപാവലി സീസണിലൊക്കെ എന്ത് ചെയ്യാറുണ്ട്? എംപ്ലോയീസിന് ബോണസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അത് ഒരു തരം മോട്ടിവേഷൻ ആണ്. ഭയങ്കര സന്തോഷമായിരിക്കും നമുക്കത് കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെ? ദെൻ പ്രോഫിറ്റ് ഷെയറിംഗ്. ചില സ്ഥാപനങ്ങളിൽ സ്റ്റാഫുകൾക്ക് മൊത്തമേ ലാഭവിഹിതം പങ്കിടാറുണ്ട്. അവർക്ക് കിട്ടുന്ന ആ ലാഭത്തിൽ നിന്നൊരു വിഹിതം ആർക്ക് കൊടുക്കാറുണ്ട്? എംപ്ലോയീസിന് കൊടുക്കാറുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ലീവ് വിത്ത് പേ, ശമ്പളത്തോട് കൂടിയ ലീവ് അനുവദിക്കാറുണ്ട് ചില സ്ഥാപനങ്ങൾ. അതും ഒരു മോട്ടിവേഷൻ ആണ്. മെഡിക്കൽ റീഎംബേഴ്സ്മെന്റ് എക്സെട്ര. ഇപ്പൊ ചില ഹെൽത്ത് ഇഷ്യൂ ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ എംപ്ലോയീസിന് അവരുടെ കയ്യിൽ നിന്ന് പണം ചെലവായിട്ടുണ്ടെങ്കിൽ ആ മുടക്കിയ പണം തിരികെ കൊടുക്കുന്നതിനെയാണ് റീഎംബേഴ്സ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയും എന്ത് ചെയ്യാറുണ്ട്? ചില സ്ഥാപനങ്ങള് ഇവർക്ക് മോട്ടിവേഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോ ഏതൊക്കെ രീതിയിലാണ്? ഡയറക്റ്റ്ലി ആയിട്ടും ഇൻഡയറക്റ്റ്ലി ആയിട്ടും മണി കൊടുക്കാറുണ്ട്. വേജസ് ആൻഡ് സാലറി, ബോണസ്, പ്രോഫിറ്റ് ഷെയറിംഗ്, ലീവ് വിത്ത് പേ, മെഡിക്കൽ റീഇംബേഴ്സ്മെന്റ്. ഓക്കെ, ഇതാണ് ഫിനാൻഷ്യൽ മോട്ടിവേറ്റേഴ്സ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദ്യം വരാം, ഏതൊക്കെയാണ് എക്സാമ്പിൾ ചോദിക്കാം. ഫിനാൻഷ്യൽ മോട്ടിവേറ്റേഴ്സ് ഫാക്ടറിന് എക്സാമ്പിൾ ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇതൊക്കെ പഠിച്ചിരിക്കണം. ഓക്കെ, രണ്ടാമത്തേതാണ് നോൺ ഫിനാൻഷ്യൽ മോട്ടിവേറ്റേഴ്സ്. Those motivators are not linked with monetary rewards. ഇത് പണമല്ല നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. രണ്ടാമത്തെ ടൈപ്പ് മോട്ടിവേഷനിൽ വരുന്നത് പണമല്ല, നോൺ ഫിനാൻഷ്യൽ ആയിട്ടുള്ള. അതെന്തൊക്കെയാ വരുന്നത്? നമുക്ക് കുറെ ഘടകങ്ങളുണ്ട്. ഫസ്റ്റ് പോയിന്റ് കൊടുത്തിരിക്കുന്ന നോക്കിയേ, അപ്രൈസൽ, പ്രൈസ് ആൻഡ് പ്രസ്റ്റീജ്. അഭിനന്ദിക്കുക എന്നൊക്കെ പറയില്ലേ നമ്മള്. അതായത് നല്ല രീതിയിൽ ജോലിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ ആളുകൾ എന്ത് ചെയ്യാറുണ്ട്? പ്രശംസിക്കാറുണ്ട്, അഭിനന്ദിക്കാറുണ്ട്. അതെന്താണ്? ഒരു തരം മോട്ടിവേഷൻ. ഓക്കെ, നിങ്ങൾ നല്ല രീതിയിൽ ജോലി എടുത്തു, നിങ്ങളെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ചിട്ട് നിങ്ങളെ പ്രശംസിക്കുകയാണ്, നിങ്ങൾക്ക് ഒരു ക്ലാപ്പ് വരെയാണ്. ദാറ്റ് ഈസ് മോട്ടിവേഷൻ. ഓക്കെ, ദെൻ രണ്ടാമത്തെ പോയിന്റ്, സ്റ്റാറ്റസ് ആൻഡ് പ്രൈഡ്. A management often satisfies these needs by establishing status symbols and distinctions in its organization by supplying costly furniture, carpets on floor, picture on the wall, a personal assistant, etc. അതായത് എംപ്ലോയീസിന്റെ അംഗീകാരത്തിനും സ്റ്റാറ്റസിനും വേണ്ടിയിട്ട് ചില സിംബൽസ് മാനേജ്മെന്റ് അവർക്ക് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഞാൻ പറഞ്ഞു, ഇത് നോൺ മോണിറ്ററി ആയിട്ടുള്ള അല്ലെങ്കിൽ നോൺ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു മോട്ടിവേഷൻ ആണ്. അപ്പൊ പണമായിട്ടല്ല കൊടുക്കുന്നത്, മറിച്ച് ആ ഒരു എംപ്ലോയിനെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ എന്ത് കൊടുക്കാറുണ്ട്? അയാൾക്ക് പ്രത്യേകം ചെയർ, ഫർണിച്ചർ ഒക്കെ കൊടുക്കാറുണ്ട്. നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും, നമ്മൾ എല്ലാ സ്ഥാപനങ്ങളിലും ഒരുപോലെയല്ല. അതായത് ആളുകൾക്ക് ചെയർ ഒക്കെ കൊടുക്കുന്നത്, പ്രത്യേക റൂം സെറ്റപ്പുകളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട്, പ്രത്യേക ചെയറും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട്. അതൊക്കെ എന്താണ്? ഒരു തരം മോട്ടിവേഷനാണ്. മാനേജർ ലെവലിലുള്ള ചെയർ ആയിരിക്കില്ല ചിലപ്പോൾ താഴ്ന്ന ഒരു സ്റ്റാഫില് അവർക്ക് കൊടുക്കുന്നത്, അവർക്ക് വേറെ ആയിരിക്കാം.
നിങ്ങൾ കണ്ടിട്ടില്ലേ അങ്ങനെ? ചെയറിലും ടേബിളിലൊക്കെ വ്യത്യാസം കണ്ടിട്ടുണ്ടോ സ്ഥാപനങ്ങളില്? ഉണ്ടോ ഇല്ലയോ? കമന്റ് ചെയ്യാട്ടോ, എന്നാലേ നമുക്ക് ക്ലാസ് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. കണ്ടിട്ടുണ്ട് അല്ലേ? ഓക്കെ. അപ്പൊ ഫർണിച്ചറിൽ കോസ്റ്റ്ലി ഫർണിച്ചർ ഒക്കെ അവർക്ക് കൊടുക്കാറുണ്ട്. രണ്ടാമത്തത് കാർപ്പറ്റ്സ് ഓൺ ഫ്ലോർ, അവരുടെ എന്താ പറയാ പരവതാനി വിരിച്ചൊക്കെ കൊടുക്കാറുണ്ട്. റൂമൊക്കെ നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സെറ്റപ്പ് റൂമൊക്കെ ആയിരിക്കും, പരവതാനിയൊക്കെ വിരിച്ചിട്ടുള്ള റൂമുകളൊക്കെ ആയിരിക്കും. അത് ഒരു തരം മോട്ടിവേഷൻ ആണ്. അതുപോലെ തന്നെ അവരുടെ പിക്ചറുകള് ഭിത്തിയിലൊക്കെ ഒട്ടിച്ചു വെക്കും. ഒരു വലിയ ആളാണ് അല്ലെങ്കിൽ ആ സ്ഥാപനത്തിന് അവരെ മതിപ്പുള്ളവരാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഫോട്ടോ ഒക്കെ അവർ അവാർഡ് മേടിക്കുന്ന ഫോട്ടോയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ആ ഓഫീസ് റൂമിന്റെ വോളില് ഒട്ടിച്ചു വെക്കാറുണ്ട്. അതും ഒരുതരം മോട്ടിവേഷൻ ആണ്. പിന്നെ ചില സ്ഥാപനങ്ങള് ചില എംപ്ലോയീസിന് പേഴ്സണൽ അസിസ്റ്റന്റിനെ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഓക്കെ, അവരുടെ പേഴ്സണൽ അസിസ്റ്റന്റ് ആയിട്ട് ഒരു വ്യക്തിയെ കൂടി കൊടുക്കാറുണ്ട്. ഇതൊക്കെ സ്റ്റാറ്റസ് ആൻഡ് പ്രൈഡ് എന്ന വിഭാഗത്തിൽ, അതായത് നോൺ ഫിനാൻഷ്യൽ മോട്ടിവേഷനിൽ വരുന്ന കാര്യങ്ങളാണ്. ക്ലിയർ ആണോ? ഇത്രയും ഭാഗം എടുത്തത് ക്ലിയർ ആണല്ലോ? അടുത്തത് പറയാലോ. രണ്ടാമത്തെ പോയിന്റ് അല്ല മൂന്നാമത്തെ പോയിന്റ് ആണ് കോമ്പറ്റീഷൻ. Individuals are not expected to compete with one another if they feel they have chances to win and satisfy their ego. അതായത് ഈ സ്ഥാപനത്തിലെ ഇൻഡിവിജ്വൽസ് തമ്മിൽ എപ്പോഴും മത്സരത്തിൽ ഏർപ്പെടുന്നില്ല. എന്നാൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ സ്ഥാപനം എന്ത് ചെയ്യാറുണ്ട്, വ്യക്തികളെ ഇംപ്രൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട്, അവരുടെ അവസരങ്ങൾ കൂട്ടാൻ വേണ്ടിയിട്ട് മത്സരങ്ങൾ നടത്താറുണ്ട്, കോമ്പറ്റീഷൻ നടത്താറുണ്ട്. ചില സ്ഥാപനങ്ങളിലുണ്ട് അല്ലെ? അതായത് ചില വ്യക്തികളെ തമ്മിൽ തെരഞ്ഞെടുത്തിട്ട് അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തിലെ മൊത്തം സ്റ്റാഫുകൾക്കുമായിട്ട് എന്ത് ചെയ്യാറുണ്ട്, ചില കോമ്പറ്റീഷൻസ്, ചിലപ്പോൾ എക്സാം പോലെയാവാം അല്ലെങ്കിൽ മറ്റു പല മത്സരങ്ങൾ പോലെയാകാം, അങ്ങനെ നടത്താറുണ്ട്. അപ്പൊ അതിൽ വിന്നർ ആയിരിക്കുന്നവർക്കാണ് നമ്മൾ എന്ത് കൊടുക്കുക, അവാർഡ് കൊടുക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുക അല്ലെ? ഇത് അവർക്കും ഒരു മോട്ടിവേഷൻ ആണ്. കൂടെ നിന്ന് മത്സരിച്ച മറ്റുള്ളവർക്കും അത് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഇവിടെ വരുന്നതാണ്. അപ്പൊ കോമ്പറ്റീഷൻ പോലുള്ള കാര്യങ്ങള് സ്ഥാപനങ്ങളിൽ നടത്തുന്നത് മറ്റുള്ളവർക്ക് എന്താ പറയാ എംപ്ലോയീസിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടും അവർക്ക് ഒരു ചാൻസ് കൊടുക്കുന്നത് കേട്ടോ. Then അടുത്ത പോയിന്റ് delegation of authority. The delegation of a substantial amount of responsibility to carry out a given task often proves to be a strong motivating force. Delegation of authority എന്ന് പറയുന്നത് അധികാരങ്ങൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കും. ഒരു സ്ഥാപനത്തിന് എംപ്ലോയീസിന് എന്ത് ചെയ്ത് കൊടുക്കുന്നുണ്ട്, അധികാരങ്ങൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓരോരുത്തർക്കും ഇന്ന ജോലി ചെയ്യാൻ സാധിക്കും എന്ന് അവരെ ബോധ്യപ്പെടുത്തുകയാണ് ഇതുവഴി ചെയ്യുന്നത്. ഇപ്പോ പുതുതായിട്ടൊരു സ്റ്റാഫ് വന്നു, അയാള് വന്നു കഴിഞ്ഞ് ഒരു 6 മാസം 1 കൊല്ലമൊക്കെ ആവുമ്പോൾ ചിലപ്പോൾ അയാൾക്ക് ചില എക്സ്ട്രാ ഡ്യൂട്ടീസ് കൊടുക്കാറുണ്ട് ചില സ്ഥാപനങ്ങള്. എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ എക്സ്ട്രാ ഡ്യൂട്ടീസ് കൊടുക്കുന്നത്? അവരിലുള്ള ആത്മവിശ്വാസം സ്ഥാപനത്തിനുണ്ട്, മാത്രമല്ല അത് അവർക്ക് ചെയ്തു തരാൻ സാധിക്കും അല്ലെങ്കിൽ ആ ഒരു ജോലി ഫിനിഷ് ചെയ്ത് സക്സസ് ആക്കാൻ സാധിക്കും എന്ന ആത്മവിശ്വാസത്തോടു കൂടിയാണ് മാനേജ്മെന്റ് അവർക്ക് ജോലി ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ അതും ഒരു തരത്തിലുള്ള മോട്ടിവേഷൻ ആണ്. ഇപ്പൊ നിങ്ങളൊരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാല് നിങ്ങൾ റിസപ്ഷനിലാണ് ഇരിക്കുന്നത്, പെട്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യാണ്, സൂപ്പർവൈസർ പോസ്റ്റിലേക്ക് ഇടുവാണ്. ഇതെന്താണ് ഒരുതരം മോട്ടിവേഷനാണ്. കാരണം നിങ്ങൾക്ക് സൂപ്പർവൈസർ പദവിയിലുള്ള ഒരു ജോലി നിങ്ങളെ കൊണ്ട് ചെയ്യാനായിട്ട് സാധിക്കും, നിങ്ങളെ വളർത്തുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഓക്കെ, ഇപ്പോ ജോലി ഡിവൈഡ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ കൂടുതലായിട്ടുള്ള അവർക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള വിശ്വാസമുള്ള ജോലികള് സ്റ്റാഫുകൾക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അടുത്തത് പാർട്ടിസിപ്പേഷൻ. It implies both the physical and mental involvement of the people in an activity, particularly in that of decision making. ഇത് ജസ്റ്റ് ഒന്ന് ഞാൻ പറയുമ്പോൾ ജസ്റ്റ് നോട്ട് ചെയ്തെടുക്കുക. കാരണം ഇതേപോലെ ലൈനിന്റെ അർത്ഥങ്ങളല്ല ഞാൻ പറയുന്നത്, ഏറ്റവും സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഷോർട്ട് ആയിട്ട് ഓരോന്നിന്റെ പോയിന്റുകൾ ചുരുക്കി പറയുന്നത് കേട്ടോ. നോട്ട് ചെയ്തെടുക്കുന്നുണ്ടോ പറയുന്നത്? ഉണ്ടോ? ഓക്കെ. പാർട്ടിസിപ്പേഷൻ എന്താണ്? അതായത് മാനേജ്മെന്റ് ആണ് ഒരു സ്ഥാപനത്തിൽ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് അല്ലെ, ഡിസിഷൻ മേക്കിംഗ് വരുന്നത് മാനേജ്മെന്റ് ആണ്.
അവരുടെ തീരുമാനങ്ങളിൽ അവര് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ് നടത്തുമ്പോൾ എംപ്ലോയീസിനെയും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കുക. അപ്പൊ ഭയങ്കര സന്തോഷമാണ് നമുക്ക് തോന്നുന്നത് അല്ലെ. അപ്പൊ നിങ്ങളൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യാണ്, അവിടുത്തെ മാനേജ്മെന്റ് അവരുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മാറ്ററിൽ ഒരു തീരുമാനം എടുക്കാനായിട്ട് മീറ്റിംഗ് വിളിക്കുകയാണ്. അതിൽ നിങ്ങളെയും കൂടി പങ്കെടുപ്പിക്കുകയാണ്. നിങ്ങളെ മാത്രം ഒരാളെ വന്ന് വിളിക്കുന്നു. ഇപ്പൊ രമ്യ സുനിലിനെ വന്ന് വിളിക്കുകയാണ്. ആ ഒരു സ്ഥാപനത്തിൽ ഒരു 10-100 പേരുണ്ടെങ്കിൽ രമ്യ സുനിലിനെ വന്ന് വിളിക്കുകയാണ്. രമ്യ ഇന്ന സമയം ഈ ഒരു റൂമിൽ വന്ന് എത്തിച്ചേരേണ്ടതാണെന്ന് നിർബന്ധമായിട്ട് വന്ന് പറയാണ്. അപ്പൊ മറ്റുള്ളവരൊക്കെ ചോദിക്കും അല്ലെ, എന്തിനാണോ നിന്നെ അവരെ വിളിച്ചു, നിന്നെ അവരെന്തോ ഇതായിട്ട് കാണുന്നുണ്ടെന്നൊക്കെ നമുക്കൊരു തോന്നൽ വരില്ലേ, എല്ലാവർക്കും ഒരു തോന്നൽ ഉണ്ടാവും അങ്ങനെ. അവരുടെ ആ ഒരു ഡിസ്കഷനിൽ നിങ്ങളെയും കൂടി, അതായത് എംപ്ലോയീസിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അവരുടെ ഒപ്പീനിയനെ കൂടി ചോദിച്ചിട്ടാണ് എന്ത് ചെയ്യുക, ആ ഒരു മാറ്റർ ഫിനിഷ് ചെയ്യുക. ഓക്കെ, അപ്പൊ അതിനെയാണ് നമ്മൾ പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത്. എംപ്ലോയീസിനെ ചർച്ചകളിൽ പങ്കെടുപ്പിക്കും. ഓക്കെ, അടുത്തത് ജോബ് എൻലാർജ്മെന്റ് ആണ്. It is the process of increasing the complication of the job with a view to appealing to the higher order needs of workers. Job enlargement is a horizontal expansion of duties and tasks across the same organizational level. അതായത് ഒരു ജോലി കൂടുതൽ എക്സ്പാൻഡ് ചെയ്ത് കൊടുക്കുന്നു. ഒരു എംപ്ലോയിക്ക് ഇപ്പൊ ഒരു ജോലി ഉണ്ടെന്ന് വിചാരിക്കുക, അതിൽ കൂടുതൽ ജോലി, അതായത് കുറച്ചും കൂടി ജോലി എക്സ്പാൻഡ് ചെയ്ത ആ വ്യക്തിക്ക് കൊടുക്കുന്നതിനെയാണ് ജോബ് എൻലാർജ്മെന്റ് എന്ന് പറയുന്നത്. കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ജോലി കൊടുക്കുക എന്ന് നമ്മൾ പറയും. ഇപ്പൊ നമ്മൾ ചില മൂവീസിലൊക്കെ കണ്ടിട്ടില്ലേ, ചില പോലീസ് ഓഫീസേഴ്സിന് വളരെ എന്താ പറയാ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഏരിയ അല്ലെങ്കിൽ വനം പോലുള്ള പ്രദേശങ്ങളിലൊക്കെ എന്താണ് ഡ്യൂട്ടി കൊടുക്കാറുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ കൊടുക്കുന്നത്? ആ ഒരു ഡിപ്പാർട്ട്മെന്റിന് ആ ഒരു പോലീസ് ഓഫീസറിനുള്ള വിശ്വാസമുണ്ട്, അയാൾക്ക് അത് ചെയ്തു തീർക്കാൻ സാധിക്കും എന്നുള്ളൊരു വിശ്വാസം കൊണ്ടാണ് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഏരിയയിലൊക്കെ എന്ത് കൊടുക്കുന്നത്, അങ്ങനെയുള്ള ഡ്യൂട്ടീസ് കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ വ്യക്തിക്കും അതിലൂടെ മോട്ടിവേഷൻ ലഭിക്കുന്നുണ്ട്, മറ്റ് സ്ഥാപനത്തിന് അതിലൂടെ വളരാനും സാധിക്കും. ഓക്കെ, അപ്പൊ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ജോലി കൊടുക്കുന്നതിലൂടെയാണ് ഈ ജോബ് എൻലാർജ്മെന്റ് എന്നത് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അടുത്തത് ജോബ് റൊട്ടേഷൻ ആണ്. It indicates shifting of an employee from one job to another so as to reduce monotony and boredom, to increase the skill and knowledge of the employee about related jobs is the main objective of job rotation. അതായത് ജോലിയിലെ കഴിവ് വർദ്ധിപ്പിക്കുന്നതിനും ജോലിയിലെ ബോറടി മാറ്റുന്നതിനും ജോലികൾ മാറ്റിക്കൊടുക്കുക, അതിനെയാണ് ജോബ് റൊട്ടേഷൻ എന്ന് പറയുന്നത്. നമ്മൾ എപ്പോഴും ഒരേ ജോലി തന്നെ ചെയ്യുമ്പോൾ നമുക്ക് എന്തുണ്ടാവാറുണ്ട്? ബോറടി ഉണ്ടാവാറുണ്ട് അല്ലെ. എപ്പോഴും ഒരേപോലെ നമുക്ക് വിരസത, ജോലിയിൽ ഒരു മടുപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ അതൊന്ന് മാറ്റുന്നതിന് വേണ്ടിയിട്ടും ജോലിയിലെ എംപ്ലോയിയുടെ കഴിവ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും ജോലികള് ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ മാറ്റി കൊടുക്കാറുണ്ട്. അതിനെ ജോബ് റൊട്ടേഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, the next one job enrichment ആണ്. It is a form of changing or improving a job so that a worker is likely to more inspired. It is vertical expansion of the roles, responsibilities, authority. The employee is provided with the opportunity for greater recognition, advancement, growth, and responsibility. The goal of the enrichment is not just to make the work more varied, but to turn every employee into a manager. അതായത് അധികാരങ്ങള് വളർച്ചയ്ക്കും അതുപോലെ തന്നെ അംഗീകാരത്തിന് വേണ്ടിയിട്ട് എന്ത് കൊടുക്കുന്നുണ്ട്? മാനേജർ ലെവൽ പോസ്റ്റ് വരെ ആളുകൾക്ക് കൊടുക്കാറുണ്ട്. ചിലപ്പോ സ്വീപ്പർ ആയിട്ട് വന്ന ആളായിരിക്കും, അയാളുടെ ആ ജോലിയിലെ കഴിവ് കണ്ടിട്ട് എന്ത് കൊടുക്കാറുണ്ട്? അയാൾക്ക് അംഗീകാരം കൊടുക്കാറുണ്ട് അല്ലെ. ഒരു ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിനെ ചിലപ്പോൾ മാനേജർ പോസ്റ്റ് വരെ ആക്കാനായിട്ട് മാനേജ്മെന്റ് നോക്കാറുണ്ട്. അപ്പൊ ഇത്തരത്തിൽ ആളുകളെ എന്താ പറയാ അവരുടെ കഴിവിനനുസരിച്ച് അവരെ വളർത്തിയെടുക്കുന്നതിനെയാണ് എന്ത് പറയാ ജോബ് എൻറിച്ച്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? മനസ്സിലാണോ? ഇത് വേറെ ഒന്നും നിങ്ങൾ അധികം ഇടത്തിലോട്ടൊന്നും പോകേണ്ടതാണ് എന്റെ ഇത് വരുന്നത് കേട്ടോ. മനസ്സിലാക്കി എടുത്താൽ മതി എന്തൊക്കെ കാര്യങ്ങളാണ് ഈ മോട്ടിവേഷനിൽ വരുന്നത്. അടുത്തത് റീഇൻഫോഴ്സ്മെന്റ്. എ പവർഫുൾ മോട്ടിവേഷൻ ടൂൾ ഈസ് റീഇൻഫോഴ്സ്മെന്റ്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ടു പ്രിൻസിപ്പിൾ.
റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞാല് ടു മേക്ക് സംതിങ് സ്ട്രോങ് എന്നാണ്. അതായത് സ്ട്രോങ്ങർ ആക്കുക, ഒരാളെ സ്ട്രോങ്ങർ ആക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞാല് മീനിങ് വരുന്നത്. അപ്പോ ഇവിടെ 3 ടൈപ്പ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് 2 ടൈപ്പ് മാത്രം നോക്കിയാൽ മതി. 2 ടൈപ്പാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് കേട്ടോ. അപ്പോ ഇതൊരു പവർഫുൾ മോട്ടിവേഷൻ ടൂൾ ആണ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞാല്. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം, ഉദാഹരണ സഹിതം പറഞ്ഞുതരാം. ഫസ്റ്റ് വൺ നോക്കിയേ നിങ്ങള്. ആദ്യത്തെ പോയിന്റ് എന്താ പറയുന്നത്? ദാറ്റ് ബിഹേവിയർ വിച്ച് സീംസ് ടു ലെഡ് ടു എ പോസിറ്റീവ് കോൺസിക്വൻസ് ഓർ റിവാർഡ് ടെൻഡ്സ് ടു ബി റിപ്പീറ്റഡ്. അതായത് നമ്മൾ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയാണെന്ന് വിചാരിക്കുക. നമ്മൾ സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ നമ്മുടേതായിട്ടുള്ള തെറ്റുകൊണ്ട് എന്തെങ്കിലും ആ ജോലിയിൽ ക്രമക്കേടുകൾ നടത്തുകയോ അല്ലെങ്കിൽ നടക്കുകയോ അബദ്ധവശാൽ അല്ലെങ്കിൽ എന്തെങ്കിലും പാളിച്ചകൾ വരികയോ ആ ഒരു ചിലപ്പോൾ കസ്റ്റമേഴ്സ് വരുമ്പോൾ അവർക്ക് സാറ്റിസ്ഫൈഡ് അല്ലാത്ത രീതിയിൽ എന്തെങ്കിലും ഒരു പെരുമാറ്റം നമ്മുടെ ഇതിൽ ഉണ്ടാവുകയോ ചെയ്തു കഴിഞ്ഞാല് ഉടനെ തന്നെ അത് മാനേജ്മെന്റിലേക്ക് ആ ഇൻഫോർമേഷൻ പാസ് ചെയ്യും അല്ലെ, കംപ്ലൈന്റ് വരും. അപ്പോ മാനേജ്മെന്റ് എന്താ ചെയ്യുക? ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യില്ല, ജോലിയിൽ പിരിച്ചു വിടില്ല അല്ലെ. നമ്മൾ ആദ്യം തന്നെ വന്ന് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന മാനേജ്മെന്റ് ആണെങ്കിൽ നമ്മുടെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടി നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? എൻകറേജ് ചെയ്യാറുണ്ട്. ഇന്നതുപോലെയാണ് ചെയ്യേണ്ടത്, ഇനി അത് ചെയ്യാനായിട്ട് പാടുള്ളതല്ല, ഇന്ന കാര്യങ്ങൾ ഈ ജോലിയിൽ ശ്രദ്ധിക്കണം, ഇന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചാലാണത് ഈ ഒരു ജോലി സക്സസ് ആക്കാനായിട്ട് നമുക്ക് പറ്റുള്ളൂ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യും. അപ്പോ ഇത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാവാറുണ്ട്? പോസിറ്റീവ് ആയിട്ടുള്ള റിയാക്ഷൻ ഉണ്ടാവുക. കാരണം ഇത് കേട്ട് കഴിയുമ്പോൾ നമ്മള് പിന്നീട് ജോലി ചെയ്തിരുന്ന പോലെ ആയിരിക്കില്ല ചെയ്യുക. കുറച്ചും കൂടി റെസ്പോൺസിബിലിറ്റിയോടെ, കുറച്ചും കൂടി നമ്മുടെ കഴിവൊക്കെ പുറത്തെടുത്ത് മാക്സിമം ഹാർഡ് വർക്ക് ചെയ്തിട്ടായിരിക്കും നമ്മൾ ആ ജോലി ഫിനിഷ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പൊ ഒരാളുടെ മോട്ടിവേഷനിലൂടെ, ഒരു മാനേജ്മെന്റിന്റെ മോട്ടിവേഷനിലൂടെ നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഫീൽ ആണ് അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള റിയാക്ഷൻ ആണ് നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നതെങ്കിൽ അത്തരത്തിലുള്ള കാര്യത്തെയാണ് ആദ്യത്തെ പോയിന്റ് പറയുന്നത്. ഓക്കെ, പോസിറ്റീവ് റിയാക്ഷൻ ആണ് ഉണ്ടാവുന്നത്. ഓക്കെ, ഏതെങ്കിലും നിങ്ങളിപ്പോ പഠിക്കാനായിട്ട് കുറച്ച് പുറകോട്ടാണെന്ന് വിചാരിക്കാം. നിങ്ങളുടെ സാർ, ഇപ്പൊ ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്ന ഒരു വ്യക്തിയാണല്ലോ, ഞാൻ പറയാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചില വ്യക്തികൾ അത് കണക്കിലെടുക്കും, പോസിറ്റീവായിട്ട് കണ്ട് അവര് ഞാൻ പറയുന്ന പോലെ അനുസരിച്ച് അവർക്ക് എക്സാമിന് നല്ല മാർക്ക് ഉണ്ടാവും. രണ്ടാമത്തെ പോയിന്റ് വരുന്നത് നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ്. അതായത് ഈ കാര്യം തന്നെ നിങ്ങൾ ഓർത്തി വന്നു. ഞാനിപ്പോ ഇത്രയും പേരുണ്ട് ഇവിടെ, ഒരു 30 പേര് 29 പേര് വന്നിട്ടുണ്ട്. 29 പേരില് 20 പേര് ഞാൻ പറയുന്ന കാര്യം അതേപോലെ തന്നെ അനുസരിച്ച് അവർക്ക് എക്സാമിന് നല്ല മാർക്ക് ഉണ്ടായി. അതൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ്. എന്നാൽ ബാക്കി 9 പേര് ഞാൻ പറയുന്ന കാര്യത്തെ നെഗറ്റീവ് ആയിട്ടാണ് കണ്ടത്. അതായത് ഞാൻ പറയുമ്പോൾ അവർക്കത് കൂടുതൽ മനസ്സിന് വിഷമാവുകയും പിന്നീട് അവർ പഠിക്കാതിരിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു ടെൻഡൻസി ഉണ്ടല്ലോ. അതിനെ നമ്മൾ എന്ത് പറയും? നെഗറ്റീവ് ഇമ്പാക്റ്റ് എന്ന് പറയും. അതാണ് രണ്ടാമത്തെ പോയിന്റ് കേട്ടോ. വൈൽ ബിഹേവിയർ that seems to lead a negative consequence tends to not to be repeated. അതായത് ഒരു സ്ഥാപനത്തിലാകുമ്പോൾ ചില വ്യക്തികളോട് നമ്മൾ ഇങ്ങനെ ചില കാര്യങ്ങൾ പറയുമ്പോൾ അവർക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാവുകയും അവർ നല്ല രീതിയിൽ ജോലി ചെയ്യുകയും ചെയ്യുന്നു. എന്നാൽ മറ്റു ചില വ്യക്തികളോട് നമ്മൾ ഈ കാര്യങ്ങൾ പറയുമ്പോൾ അത് അവർക്ക് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുകയും അവർ ജോലിയിൽ നിന്ന് സ്വമേധയാ റിസൈൻ ചെയ്തു പോവുകയും ചെയ്യും. അതാണ് ഡിഫറൻസ്. ക്ലിയർ ആണോ? മൂന്നാമത്തെ പോയിന്റ് ഒന്ന് നോക്കണ്ട കേട്ടോ. അത് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെയാണ്. Therefore, it is possible to influence people's behavior only by providing the properly scheduled rewards. അത് വേണ്ട. 2 പോയിന്റ് ആണ്, പോസിറ്റീവ് ഇമ്പാക്റ്റും നെഗറ്റീവ് ഇമ്പാക്റ്റും. അത് മുൻതൂക്കം കൊടുത്ത് പഠിച്ചാൽ മതി കേട്ടോ. പിന്നെ അടുത്തത് ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ്. ഇറ്റ് മീൻസ് ഡിഫറെന്റ് ടു ഡിഫറെന്റ് പേഴ്സൺ. It may mean opportunities for advancement, creative tasks and a successful career to young entrant, flexible working hours. Under this system, the employees are free to choose within certain limitations that at what time they begin and which their job each day. Quality of work life എന്ന് പറഞ്ഞാൽ ഒരു തരം മോട്ടിവേഷൻ ആണ്. അതായത് നമ്മുടെ പുതിയ കാലഘട്ടത്തില് നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് ജോലി ചെയ്യാവുന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇപ്പൊ അങ്ങനെയാണല്ലോ. ഫോർ എക്സാമ്പിൾ, ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നുണ്ട് അല്ലെ. ഞാൻ എത്ര മണിക്കാ വന്നത്? 11:30 to 12:30 നിങ്ങളെ
എനിക്ക് പഠിപ്പിക്കേണ്ട സമയം എന്ന് പറയുന്നത്. നിങ്ങളുടെ കംഫർട്ട് ആയിട്ടുള്ള ഒരു ടൈമാണ്, മാത്രമല്ല എന്റെ കംഫർട്ട് ആയിട്ടുള്ള ഒരു ടൈം കൂടിയാണ് 11:30 to 12:30. ആ സമയം ഞാൻ ചൂസ് ചെയ്തത് എന്റെ ഇഷ്ടത്തിനാണ്. ഓക്കെ, അപ്പോ എംപ്ലോയിക്ക് എന്തിനുള്ള അവകാശമുണ്ട്? അവരുടെ ജോലി സമയം സെലക്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. ഇപ്പൊ പല ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്? വീടുകളിൽ നിന്ന് ജോലി ചെയ്യുന്നുണ്ട് അല്ലെ? ഇതെന്താണ്? സ്ഥാപനം അവർക്ക് കൊടുക്കുന്ന ഒരു ചോയ്സ് ആണ്. കാരണം വർക്ക് ഫ്രം ഹോം, വീടുകളിൽ നിന്ന് അവർ ജോലി ചെയ്താൽ മതി, ഓഫീസിൽ വരണ്ട. മാത്രമല്ല ഇന്ന സമയത്ത് ജോലി എടുക്കണം എന്നില്ല. അവരുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് രാത്രിയോ അല്ലെങ്കിൽ ഏർലി മോർണിംഗോ ഒക്കെ എന്ത് ചെയ്താൽ മതി? ജോലി ചെയ്താൽ മതി. ജോലി ഫിനിഷ് ആകണം എന്ന് മാത്രമേ ഉള്ളൂ. ടൈം അവർക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഉപയോഗിക്കാം. നമ്മളിപ്പോ കാണുന്നില്ലേ, ചില കുട്ടികൾ എന്ത് ചെയ്യാറുണ്ട്? പഠിച്ചുകൊണ്ട് ജോലി ചെയ്യാറുണ്ട് അല്ലെ? യങ് ആയിട്ടുള്ള ആളുകള്, അതായത് പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ എന്ത് ചെയ്യാറുണ്ട്? ജോലി ചെയ്യാറുണ്ട്. അവരവരുടെ പഠനം കഴിഞ്ഞിട്ട് കുറച്ച് സമയം എന്ത് ചെയ്യാറുണ്ട്? അവരുടെ ഏണിങ്സിന് വേണ്ടിയിട്ട്, അതായത് ഒരു ജോലിക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കാറുണ്ട്. അവിടെ അവരുടെ ടൈമാണ്, അവരുടെ കോളേജ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു ടൈമാണ് അവര് ചൂസ് ചെയ്യുന്നത്. അപ്പോ ഇത്തരത്തില് സ്ഥാപനങ്ങൾ എന്ത് കൊടുക്കാറുണ്ട്? ആളുകൾക്ക് സമയം കൊടുത്തിട്ട് എന്ത് ചെയ്യാറുണ്ട്? സമയം മുഖേന മോട്ടിവേഷൻ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഇത് ഇപ്പോഴത്തെ കാലത്തിന്റെ പ്രത്യേകതയാണ്. ഓക്കെ, ഇത്രയുമാണ് മോട്ടിവേഷന്റെ എന്താ പറയാ നോൺ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ. ക്ലിയർ ആണോ? ഓക്കെയാണ്. ഇനി അടുത്തത് എംപ്ലോയി മൊറൽ ഒന്ന് നമുക്ക് നോക്കാം. മൊറൽ മീൻസ് എ ഫീലിംഗ് ഓഫ് എന്തൂസിയാസം. എന്തൂസിയാസത്തിന്റെ മീനിങ് പറഞ്ഞാണ് ഉത്സാഹം എന്നാണ് കേട്ടോ. ദെൻ സീൽ, സീൽ എന്ന് പറഞ്ഞാൽ SEEAL. സീൽ എന്ന് പറഞ്ഞാൽ അതിയായ സന്തോഷം. കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ ആത്മവിശ്വാസം. ഓക്കെ, കോൺഫിഡൻസ് ഇൻ ഇൻഡിവിജ്വൽ ഓർ groups that they will be able to handle the task allotted to them. Morale is a mental condition or attitude of individuals and groups that determines their readiness to cooperate. Good morale is evidenced by employees' enthusiasm, voluntary conformance with the regulation and orders, and a readiness to cooperate with the others to accomplish an organization objectives. ഇവിടെ മൊറൽ എന്ന് പറയുന്നത്, മൊറൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ധാർമ്മികത അല്ലെ? ധാർമ്മികത എന്നാല് ഉത്സാഹം, അതിയായ സന്തോഷം, വ്യക്തികളിലോ ഗ്രൂപ്പുകളിലോ അവർക്ക് അനുവദിച്ചിരിക്കുന്ന ജോലികൾ കൈകാര്യം ചെയ്യാൻ കഴിയുമെന്ന ആത്മവിശ്വാസം, സഹകരിക്കാനുള്ള സന്നദ്ധത. ഇത്രയും ഉള്ള ഒരു മാനസികാവസ്ഥയെയാണ് നമ്മൾ മൊറൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചുരുക്കി പറഞ്ഞുതരാം, ആളുകൾക്ക്, അതായത് എംപ്ലോയീസിന് ജോലി ചെയ്യുമ്പോൾ അവർക്ക് പാഷനായിട്ട് ചെയ്യുന്ന ആളുകളുണ്ട് അല്ലെ? അതായത് വളരെയധികം ഉത്സാഹത്തോടുകൂടി ചെയ്യുന്ന ആളുകളുണ്ട്. അവർക്ക് ആ ജോലി ചെയ്താൽ അതിയായിട്ടുള്ള ഒരു എക്സ്ട്രീം ലെവലിലുള്ള ഒരു ഹാപ്പിനെസ് അവർക്ക് ചിലപ്പോൾ കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ ജോലികൾ കൈകാര്യം ചെയ്യാൻ കഴിയുമെന്നുള്ളൊരു കോൺഫിഡൻസ് എംപ്ലോയീസിന് വരുന്നതാണ്. അതുപോലെ തന്നെ ജോലികൾ ഫിനിഷ് ചെയ്യുന്നതിന് മറ്റുള്ളവരുമായിട്ട് കോപ്പറേറ്റ് ചെയ്യാനുള്ള ഒരു മനസ്സ് എംപ്ലോയീസിന് ഉണ്ടാവുന്നതാണ്. അപ്പൊ ഇത്തരം മാനസിക അവസ്ഥകളിലൂടെയാണ് ഒരു എംപ്ലോയി കടന്നു പോകുന്നത്. അതിനെയാണ് നമ്മൾ എംപ്ലോയി മൊറൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഒരു ജോലി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിലൂടെ ഉത്സാഹം ലഭിക്കുന്നുവെങ്കിൽ, നിങ്ങൾ അതിനകത്ത് പാഷനേറ്റ് ആണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ എന്താ പറയാ, നിങ്ങൾക്ക് അതിലൂടെ അതിയായ സന്തോഷം ലഭിക്കുന്നുവെങ്കിൽ, നിങ്ങൾക്ക് അതിലൂടെ കോൺഫിഡൻസ്, ഒരു ജോലി ചെയ്യുമ്പോൾ കോൺഫിഡൻസ് ലെവൽ കൂടുന്നുവെങ്കിൽ, എന്താ പറയാ, നിങ്ങളത് ഒരു ഗ്രൂപ്പ് വർക്കായിട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനെ എന്ത് പറയും? അത്തരത്തിലുള്ളൊരു മാനസികാവസ്ഥയാണ് എംപ്ലോയി മൊറൽ എന്ന് പറയുന്നത്. അത് നിങ്ങൾ ഏതാണ്? ഇപ്പൊ നിങ്ങൾക്കൊരു ജോലി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. നമ്മളൊരു ജോലി ചെയ്യുമ്പോൾ നമ്മൾ ആ ജോലിയിൽ ദീർഘകാലം തുടരുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനകത്ത് പാഷനേറ്റ് ആണ് അല്ലെ? മടുപ്പുള്ള ജോലി ആരെങ്കിലും ചെയ്യോ? ഒന്നോ അല്ലെങ്കിൽ ഒരാഴ്ചയോ അല്ലെങ്കിൽ ഒരു മാസമോ ചിലപ്പോ നമ്മൾ ജോലി ചെയ്യും. അതിൽ കൂടുതൽ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ജോലി ചെയ്യാറുണ്ടോ? ഒന്ന് കമന്റ് ചെയ്തേ. ഞാൻ പറഞ്ഞ ശരിയല്ലേ? നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ജോലിയാണെങ്കിൽ
അതിനകത്ത് നമുക്ക് പാഷൻ ഉണ്ടാകും. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ നമുക്ക് അതിയായിട്ടുള്ള സന്തോഷം, എക്സ്ട്രീം ലെവല് ഹാപ്പിനെസ് നമുക്ക് അതിന് കിട്ടും. അതുപോലെ തന്നെ കോൺഫിഡൻസ് ഉണ്ടാകും. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഒരു ജോലി ചെയ്യുമ്പോൾ നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാവുകയാണെങ്കിൽ, തനിയെ വരും കേട്ടോ, കോൺഫിഡൻസ് നമുക്ക് ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടാറുണ്ട്, നമുക്കൊരു മെന്റൽ ഹാപ്പിനെസ് അവിടെ കിട്ടാറുണ്ട് അല്ലെ. അതുപോലെ തന്നെ മറ്റുള്ളവരുമായിട്ട് ജോലി ചെയ്യുമ്പോൾ, അതായത് കോപ്പറേറ്റ് ചെയ്ത് ജോലി ചെയ്യുമ്പോൾ ഉള്ള ഒരു സന്തോഷം അതൊന്നും വേറെ തന്നെയാണ്. ഇത്തരത്തിലുള്ള മാനസികാവസ്ഥകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതിനെയാണ് എംപ്ലോയി മൊറൈൽ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? അടുത്തത് എംപ്ലോയി ഗ്രീവിയൻസ്, അതായത് എംപ്ലോയിയുടെ പരാതികളുടെ എന്നാണ് പറയുന്നത്. പരാതികൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്, ജീവനക്കാരുടെ പരാതികൾ. ഫസ്റ്റ് വൺ, a complaint that affects one or more workers may constitute a grievance. അതായത് ഒരു സ്ഥാപനത്തില് എംപ്ലോയീസിന് പരാതി ഉണ്ടെങ്കിൽ, അവർക്ക് ഗ്രീവിയൻസ് ഉണ്ടെങ്കിൽ, അത് ഒന്നോ അതിലധികമോ എംപ്ലോയീസിനെ ബാധിക്കും. ഒരാൾ മാത്രമായിട്ടില്ല ഒരു പരാതി കൊടുക്കുക, മറിച്ച് ഒന്നോ അതിലധികം വ്യക്തികൾ എന്ത് ചെയ്യാറുണ്ട്, ഏതെങ്കിലും ഒരു വിഷയത്തിന് കംപ്ലൈന്റ് കൊടുക്കാറുണ്ട്. അങ്ങനെയാണ് നമുക്കത് പരാതിയായിട്ട് പറയാനായിട്ട് സാധിക്കും. പരാതിയായിട്ട് നമ്മൾ പറയണമെങ്കിൽ ഒരു സ്ഥാപനത്തിൽ ഒന്നോ അതിലധികമോ വ്യക്തികള് അതൊരു പരാതിയായിട്ട് കാണണം. രണ്ടാമത്തെ പോയിന്റ്, a complaint becomes a grievance when this discontent, which is mostly associated with the work, is brought to the notice of the management. മാനേജ്മെന്റ് ശ്രദ്ധയിൽ ഇക്കാര്യം പെടുത്തുമ്പോഴാണ് ഇതൊരു പരാതിയായിട്ട് മാറുക. നമുക്കൊരു എന്തെങ്കിലും ഒരു കാര്യത്തിന് പരാതി ഉണ്ടെങ്കിൽ അത് നമ്മൾ തന്നെ സ്വയമേ വെച്ചുകൊണ്ടിരിക്കരുത്, നമ്മൾ തന്നെ പരിഹരിക്കാനായിട്ട് നോക്കരുത്, മറിച്ച് അത് മാനേജ്മെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമ്പോൾ ആ പരാതിക്ക് വാല്യൂ ഉണ്ടാവും. ഓക്കെ. മൂന്നാമത്തെ പോയിന്റ്, a grievance is a written complaint filed by an employee and claiming unfair treatment. അതായത് നമുക്കിപ്പോ ഒരു പരാതി ഒരു സ്ഥാപനത്തിനെ കുറിച്ച് ഉണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും കൂടി വെറുതെ വാക്കാൽ എന്താ പറയാ പറഞ്ഞിട്ട് കാര്യമില്ല, പുറകെ നമ്മളിങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, മറിച്ച് അത് രേഖാമൂലം എഴുതി കൊടുക്കണം. എന്നാൽ മാത്രമേ അത് പരാതിയാവുകയുള്ളൂ. അപ്പോ എംപ്ലോയീസ് ഗ്രീവൻസിനെ കുറിച്ച് 3 പോയിന്റുകൾ ഉണ്ട്. ഒന്ന്, ഒരു പരാതി എന്ന് പറയുമ്പോൾ, ഒരു കംപ്ലൈന്റ് എന്ന് പറയുമ്പോൾ അത് ആ ഒരു സ്ഥാപനത്തിലെ ഒന്നോ അതിലധികമോ വ്യക്തികൾ കൂടി കൊടുത്തിട്ടുള്ളതായിരിക്കണം, അല്ലെങ്കിൽ അവരെ അഫക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒന്നായിരിക്കും. രണ്ടാമത്തേത് എന്ന് പറയുന്നത് മാനേജ്മെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമ്പോഴാണ് അത് പരാതിയാകുന്നത്. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാല് ഇത് നമ്മൾ വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല, കൂട്ടായ ഒരു തീരുമാനത്തിലൂടെ റിട്ടേൺ കംപ്ലൈന്റ് ആയിട്ട് വേണം ഇത് കൊടുക്കാൻ. ഓക്കെ. കോസസ് ഓഫ് ഗ്രീവിയൻസ്, അതായത് ഈ പരാതികൾക്കുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ചില സ്ഥാപനങ്ങളിലെ എംപ്ലോയീസ് പരാതികൾ കൊടുക്കാറുണ്ട് അല്ലെ. എന്തൊക്കെയാണ് പരാതികളുടെ മൂല കാരണം എന്ന് നമുക്ക് നോക്കാം. ടിപ്പിക്കൽ എക്സാമ്പിൾ ഓഫ് വർക്കേഴ്സ് ഗ്രീവിയൻസ് ആണ്. എന്തൊക്കെയാണ് ആ ഒരു ഗ്രീവിയൻസിന്റെ എക്സാമ്പിൾ ആയിട്ട് വരുന്നത്? ഫസ്റ്റ്, റിഗാർഡിംഗ് വേജസ്. നമ്മൾ കൂട്ടായിട്ട് ഒരു സ്ഥാപനത്തിൽ നിന്ന് പരാതി കൊടുക്കുവാണെങ്കിൽ അതിനകത്ത് ആദ്യത്തെ കാര്യം, എപ്പോഴും ആദ്യത്തെ ഒരു ഘടകം എന്ന് പറയുന്നത് കൂലി സംബന്ധിച്ചിട്ടുള്ള ഒരു കാര്യം അല്ലെ. അതായത് വേജസ് സംബന്ധിച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രശ്നത്തെ കുറിച്ചായിരിക്കും നമ്മൾ പരാതി കൊടുക്കുക. നമുക്ക് വേജസ് കുറവായിരിക്കാം, ചിലപ്പോൾ ജോലി കൂടുതലും ശമ്പളം കുറവായിരിക്കാം. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ പരാതി ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. രണ്ടാമത്തത് റിഗാർഡിംഗ് സൂപ്പർവിഷൻ, മേൽനോട്ടം സംബന്ധിച്ച്. അതായത് നമ്മളെ കറക്റ്റ് ആയിട്ട് ഗൈഡ് ചെയ്യാനായിട്ട് ഒരാൾ വേണം അല്ലെ. ഒരു സൂപ്പർവൈസർ അല്ലെങ്കിൽ സൂപ്പർവിഷൻ കൊടുക്കുന്ന ഒരാൾ നമ്മൾക്ക് ഉണ്ടാകണം. എന്നാൽ മാത്രമാണ് നമുക്ക് നന്നായിട്ട് പ്രവർത്തിക്കാനായിട്ട് സാധിക്കുക. ഇത് സൂപ്പർവൈസർ നല്ല നേരാവണ്ണം നമ്മളോട് ഇന്ററാക്ട് ചെയ്യുന്നില്ല, നമ്മളോട് സഹകരിക്കുന്നില്ല എന്നാണെങ്കിൽ നമ്മൾക്ക് അതിൽ പരാതി ഉണ്ടാവുന്നതാണ് അല്ലെ. അപ്പൊ അതിനെ കുറിച്ച് നമ്മൾ പരാതി കൊടുക്കാറുണ്ട്. റിഗാർഡിംഗ് ഇൻഡിവിജ്വൽ അഡ്വാൻസ്മെന്റ്, വ്യക്തിഗത പുരോഗതിയെ സംബന്ധിച്ച്. അതായത് ഒരു വ്യക്തിക്ക് ഒരു ജോലി ചെയ്തിട്ട് കാര്യമായിട്ടുള്ള ഡെവലപ്മെന്റോ കാര്യങ്ങളോ ഉണ്ടാവുന്നില്ലെങ്കിൽ എന്ത് കൊടുക്കാറുണ്ട്? മാനേജ്മെന്റിന് പരാതി കൊടുക്കാറുണ്ട്. ജനറൽ വർക്കിംഗ് കണ്ടീഷൻ, അതായത് പൊതുവായിട്ടുള്ള ജോലി സാഹചര്യങ്ങൾ. ഇപ്പോ ഒരു ജോലി സ്ഥലത്ത് ശരിയായ രീതിയിലുള്ള ബാത്റൂം സൗകര്യങ്ങളില്ല, ടോയ്ലറ്റ് ഇല്ല, അങ്ങനെയുള്ള വാട്ടർ അവൈലബിൾ അല്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാറില്ലേ. അപ്പോ
അത്തരത്തിലുള്ള അതായത് വർക്കിംഗ് കണ്ടീഷൻ മോശമാണെങ്കിൽ നമ്മൾ അതിനെ കുറിച്ച് പരാതികൾ മാനേജ്മെന്റ് ശ്രദ്ധയിൽപ്പെടുത്താറുണ്ട്. then കളക്റ്റീവ് ബാർഗെയിനിങ്, കൂട്ടായ വിലപേശൽ. കൂട്ടായ വിലപേശൽ എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു കാര്യം സാധിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരോടും ഒത്തൊരുമിച്ച് എന്ത് ചെയ്യാണ്, അതിന് വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്യാണ്. അതിനെയാണ് കളക്റ്റീവ് ബാർഗെയിനിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ലാസ്റ്റ് നോക്കിയാൽ നിങ്ങൾ when the grievance redressal machinery work effectively, it satisfactorily resolve most of the disputes between labor and the management. പരാതി പരിഹാരം ഫലപ്രദമായി പ്രവർത്തിക്കുമ്പോൾ തൊഴിലാളിയും മാനേജ്മെന്റും തമ്മിലുള്ള തർക്കങ്ങളിൽ ഭൂരിഭാഗം തൃപ്തികരമായി പരിഹരിക്കുന്നു. ഗ്രീവിയൻസ്, അതായത് ആ ഒരു ഗ്രീവിയൻസ് എങ്ങനെയാണ് നമ്മൾ പരിഹരിക്കുന്നത്, എഫക്റ്റീവായിട്ട് നമ്മൾ പരിഹരിക്കാനായിട്ട് നോക്കുന്നത്. അപ്പൊ എന്താണ്, തൊഴിലാളികളും മാനേജ്മെന്റും തമ്മിലുള്ള തർക്കങ്ങളില് എന്താ പറയാ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നു, അല്ലെങ്കിൽ ആ ഒരു തർക്കം അവിടെ ഇല്ലാതാവും. അപ്പൊ ഇത്തരത്തിലാണ് ഓരോ സ്ഥാപനങ്ങളും എന്ത് ചെയ്യേണ്ടത്, പ്രവർത്തനങ്ങള് വെച്ചത്. ഓക്കെ, ക്ലിയർ ആണോ ഇത്രയും പറഞ്ഞത്? അപ്പൊ നമ്മുടെ ഈ ചാപ്റ്റർ കഴിഞ്ഞു കേട്ടോ. ഈ ചാപ്റ്ററുമായി ഞാൻ മൈക്ക് ഓൺ ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. മൈക്ക് ഓൺ ചെയ്തിട്ടുണ്ട്. ചാപ്റ്ററുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടോ? ആർക്കൊന്നുമില്ല, ഒരു ഡൗട്ടും ഇല്ല. ജോബ് എൻറിച്ച്മെന്റ് അല്ലേ? അതായത് എംപ്ലോയീസിന്റെ വളർച്ചയ്ക്കും അവരുടെ അംഗീകാരത്തിനും വേണ്ടിയിട്ട് മാനേജർ ലെവൽ പോസ്റ്റ് വരെ കൊടുക്കുന്നതിനെയാണ് നമ്മൾ ജോബ് എൻറിച്ച്മെന്റ് എന്ന് പറയുന്നത്. കുറച്ചും കൂടി അംഗീകാരം കൊടുക്കുന്ന, അല്ലെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു പദവി കൊടുക്കുക, കുറച്ചും കൂടി റെസ്പോൺസിബിലിറ്റി കൂടിയ ജോലി കൊടുക്കുക. അപ്പോ അത്തരത്തില് ആളുകളെ മോട്ടിവേറ്റ് ചെയ്യുന്നതിനെയാണ് ജോബ് എൻറിച്ച്മെന്റ് എന്നത് ഉദ്ദേശിക്കുന്നത്. അത്രേ ഉള്ളൂ കേട്ടോ. അത് പാരഗ്രാഫ് വലുതാണെങ്കിലും ചുരുക്കിയാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, ഇപ്പോ ഡൗട്ട് ഒന്നും ഇല്ലെന്ന് വിചാരിക്കുന്നു. ഇതിനകത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റുകൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഫസ്റ്റ് തന്നെ 4 types of resources in an organization: money, material, machinery, fixed and men. കേട്ടോ, അതൊന്ന് അണ്ടർലൈൻ ചെയ്തു പോവാ. then PM-ഉം HRM-ഉം തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ റോൾ ഓഫ് പേഴ്സണൽ മാനേജറില് പേഴ്സണൽ റോള്, വെൽഫെയർ റോള്, ക്ലറിക്കൽ റോള്, ഫയർ ഫൈറ്റിംഗ്, ലീഗൽ റോള്. പിന്നെന്താണ് പേഴ്സണൽ പോളിസി? പിന്നെ റിക്രൂട്ട്മെന്റ് എന്താണ്? റിക്രൂട്ട്മെന്റ്
Methods or techniques of recruitment, direct method, indirect method, third party method. Steps in selection process. Steps in selection process. Classification of types of psychological test. Interviews എന്താണെന്ന് നോക്കി വെക്കുക. Types of interviews. What is demotion? Demotion എന്താണെന്ന് നോക്കി വെക്കുക. Training methods, techniques. Training methods, techniques. Then financial motivators ഏതൊക്കെ ഘടകങ്ങൾ വരും അതിനകത്ത്. നോൺ ഫിനാൻഷ്യൽ മോട്ടിവേറ്റേഴ്സിൽ കുറെ കാര്യങ്ങൾ പറഞ്ഞു. അതിനകത്ത് ഓരോ പോയിന്റ് വൈസ് ആയിട്ട് appraisal, praise and prestige, status and pride, competition, delegation of authority, participation, job rotation, job enrichment, reinforcement, quality of work life. ആ പോയിന്റ് ആയിട്ട് ഓരോ പോയിന്റുകൾ മാത്രം നോക്കി വെക്കുക. അതിന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ വേണ്ട, ജസ്റ്റ് പോയിന്റുകൾ മാത്രം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ളത്. ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാൻ ഞാൻ പറഞ്ഞു, പക്ഷെ എല്ലാരും വായിച്ചു വെക്കുക കേട്ടോ, അത് മാത്രം പഠിച്ചു വെക്കരുത്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ ഇനി ഡൗട്ട് ഒന്നും ഇല്ല നിങ്ങൾക്ക് അല്ലേ? സംശയമൊന്നും ഇല്ലല്ലോ? ഇനി ക്ലാരിഫൈ ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് ഇനി ഒന്ന് നെക്സ്റ്റ് ചാപ്റ്റർ ഒന്ന് തുടങ്ങി വെക്കാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അടുത്ത ചാപ്റ്റർ ഞാൻ എടുക്കാൻ പോകുന്നത് ഹോസ്പിറ്റൽ ഇൻഫോർമേഷൻ സിസ്റ്റം ബേസിക് ആണ് കേട്ടോ. കുറച്ച് വലിയ ചാപ്റ്റർ ആണ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിനെ പോലെ തന്നെ. ഹോസ്പിറ്റൽ ഇൻഫോർമേഷൻ സിസ്റ്റം ബേസിക്. ചാപ്റ്റർ നമ്പർ നിങ്ങളുടെ എത്രയാണ് കിടക്കുന്നതെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഇതിനകത്ത് 8 എന്നാ കിടക്കുന്നേ. ഒന്ന് കമന്റ് ചെയ്യാരെങ്കിലും അറിയാവുന്നവരുണ്ടെങ്കിൽ. ഓക്കെ, 49 ആണ് കേട്ടോ. ഹോസ്പിറ്റൽ ഇൻഫോർമേഷൻ സിസ്റ്റം ബേസിക്. അപ്പൊ ഞാൻ ഇൻട്രൊഡക്ഷൻ വായിക്കുകയാണ്. Hospital information system provide a general source of information about a patient's health history and doctor schedule timing. The system must keep data in a secure place and control who can get to the data in certain situations. Hospital information system അഥവാ HIS എന്ന് പറയുന്നത് ജനറൽ സോഴ്സ് ആണ്. ഇൻഫോർമേഷന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന ഒരു പർട്ടിക്കുലർ സോഫ്റ്റ്വെയർ ആണ് ഹോസ്പിറ്റൽ ഇൻഫോർമേഷൻ സിസ്റ്റം അഥവാ HIS എന്ന് പറയുന്നത് കേട്ടോ. സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഒരു സിസ്റ്റം ആണ്. നമ്മുടെ എല്ലാ ഹോസ്പിറ്റലുകളിലും ഈ സിസ്റ്റം വഴിയാണ് ഡേ ടു ഡേ ഓപ്പറേഷൻസ് നടത്തുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ ഇവിടെ പറയുന്നുണ്ട്, ഇത് പേഷ്യന്റിന്റെ ഹിസ്റ്ററി എന്ത് ചെയ്യുന്നുണ്ട്, സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡോക്ടേഴ്സിന്റെ ടൈമിങ്, അവരുടെ ഷെഡ്യൂൾ ടൈമിങ്, അവര് നോക്കുന്ന സമയം, എപ്പോഴാണ് അവര് ഒപിയിൽ വന്നിരിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങള്. അതുപോലെ തന്നെ പേഷ്യന്റിന്റെ ഡാറ്റ സെക്യൂർ ആയിട്ട് ഇത് സൂക്ഷിച്ചു വെക്കുകയും മറ്റൊരാൾക്ക് ആക്സസ് ചെയ്യാത്ത രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് കെയർ ചെയ്യുന്നുണ്ട്. കൂടാതെ ആർക്കൊക്കെ എപ്പോൾ വേണമെങ്കിലും ഈ ഡാറ്റ അവൈലബിൾ ആക്കുന്നുണ്ട്. നമ്മളിപ്പോ ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാല് നമ്മളിപ്പോ ഒരു 1 മണി ആയിട്ടായിരിക്കും ചിലപ്പോൾ ഹോസ്പിറ്റലിൽ പോവുക. ആ ഒരു സമയത്ത്, ആ ഒരു പർട്ടിക്കുലർ സമയത്ത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഡാറ്റ അവൈലബിൾ ആക്കണം എന്നുണ്ടെങ്കിൽ ആരാണ് സഹായിക്കുന്നത്? HIS ആണ് സഹായിക്കുന്നത് കേട്ടോ. നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ ഡീറ്റെയിൽസ്, നമ്മുടെ രജിസ്ട്രേഷൻ, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് HIS-ൽ വെച്ചിട്ടാണ്. ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ ആണോ? മനസ്സിലായോ പറഞ്ഞത്?
അപ്പൊ ആദ്യം തന്നെ മനസ്സിൽ വിചാരിക്കുക HIS എന്ന് പറഞ്ഞ ഒരു പർട്ടിക്കുലർ സോഫ്റ്റ്വെയർ ആണ് ഹോസ്പിറ്റലിന്റെ ഡേ ടു ഡേ ഓപ്പറേഷൻസ്, അതായത് പേഷ്യന്റ് ഇൻഫോർമേഷൻസ്, അതുപോലെ ഡോക്ടറുടെ ടൈമിംഗ്, എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത് ഈ ഒരു പർട്ടിക്കുലർ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ടാണ്. ഓക്കെ, മാത്രമല്ല ഇത് പേഷ്യന്റ് ഡാറ്റയെ സെക്യൂർ ചെയ്ത് വെക്കുന്നുണ്ട്. അടുത്തത് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഇൻഫോർമേഷൻ സിസ്റ്റം ഈസ് എ കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റം ദാറ്റ് ഹെൽപ്സ് ടു മാനേജ് ക്ലിനിക്കൽ, financial, laboratory, inpatient, outpatient, pharmaceutical, etc. operating in a hospital. With the help of the hospital management information system, healthcare providers can concentrate more on providing quality healthcare to the patients. ഇതൊരു ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഇൻഫോർമേഷൻ സിസ്റ്റം, അതുപോലെ തന്നെ ഹോസ്പിറ്റൽ ഇൻഫോർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ് കേട്ടോ. HIS അഥവാ HIMS എന്ന് പറയുന്നത് ഒരേ സോഫ്റ്റ്വെയറിനെ തന്നെയാണ് പറയുന്നത്. ഇതൊരു കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റം ആണ്. ഓക്കെ, ഇതിനകത്ത് ധാരാളം കാര്യങ്ങൾ മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. ഫോർ എക്സാമ്പിൾ ഹോസ്പിറ്റലിലെ ക്ലിനിക്കൽ ആയിട്ടുള്ള കാര്യങ്ങള്, ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങള്, ലബോറട്ടറി, ഇൻപേഷ്യന്റ്, ഔട്ട് പേഷ്യന്റ്, ഫാർമസ്യൂട്ടിക്കൽ, ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത്, ഹോസ്പിറ്റലിലെ ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത് ഈ ഒരു പർട്ടിക്കുലർ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ടാണ്. ഈ ഒരു സിസ്റ്റത്തിന്റെ അല്ലെങ്കിൽ ഈ ഒരു സോഫ്റ്റ്വെയറിന്റെ ഹെൽപ്പോട് കൂടി ഹെൽത്ത് കെയർ പ്രൊവൈഡർ, അതായത് ഡോക്ടർമാർക്കും മറ്റു സ്റ്റാഫുകൾക്കും ഒക്കെ എന്താണ് കൂടുതൽ ക്വാളിറ്റി ഓഫ് ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. ആർക്ക്? പേഷ്യൻസിന്. ഓക്കെ, അവർക്ക് കൂടുതൽ സമയം പേഷ്യൻസിന്റെ ആരോഗ്യത്തിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഈ കാര്യങ്ങളൊക്കെ മറ്റു ഡീറ്റെയിൽസ് ഒക്കെ HIS ആണ് എന്ത് ചെയ്യുക, ഓർഡറിലാക്കുക. ഓക്കെ, ക്ലിയർ? ദെൻ അടുത്ത പോയിന്റ്, എ ഹോസ്പിറ്റൽ ഇൻഫോർമേഷൻ സിസ്റ്റം ഹെൽപ്സ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ഇൻ ഡിസൈനിങ് ദെയർ ഓപ്പറേഷൻസ് ഇൻക്ലൂഡിംഗ് managing patient health records, EMR, EHR, appointments, billing and diagnostics, and much more. The major role of HIMS is to record information of health events and verify the quality of services at different levels of health care. The importance of patient evaluation is a part of the concept of giving importance to patients' views in developing the quality of health service. അതുപോലെ തന്നെ ഈ ഒരു സിസ്റ്റം എന്ത് സഹായിക്കുന്നുണ്ട്? പേഷ്യന്റിന്റെ ഹെൽത്ത് റെക്കോർഡ്, പേഷ്യന്റിന് ഹോസ്പിറ്റലിൽ ഉള്ളത് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡാണ് കേട്ടോ. ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് അഥവാ EHR എന്ന് പറയും, ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ് അഥവാ EMR എന്നും പറയും. രണ്ടും ഒന്ന് തന്നെയാണ്. ഈ കാര്യങ്ങള് പേഷ്യന്റിന്റെ ഡിജിറ്റലൈസ്ഡ് ആയിട്ടുള്ള ഹെൽത്ത് റെക്കോർഡിനെയാണ് EMR അഥവാ EHR എന്ന് പറയുന്നത്. ഈ കാര്യങ്ങള് മാനേജ് ചെയ്യുകയും അത് സൂക്ഷിച്ചു വെക്കുകയും രോഗികളുടെ അപ്പോയിന്റ്മെന്റ്സ് കൈകാര്യം ചെയ്യുകയും അവരുടെ ബില്ലിംഗ് കൈകാര്യം ചെയ്യുകയും രോഗനിർണയം അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത് ഈ ഒരു പർട്ടിക്കുലർ സോഫ്റ്റ്വെയറിൽ വെച്ചിട്ടാണ്. അതുപോലെ തന്നെ ഇതിന്റെ മേജർ റോൾ എന്ന് പറയുന്നത് പേഷ്യന്റിന്റെ ഹെൽത്ത് ഇവന്റ്സ് എന്താ ചെയ്യുക, റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ്. പേഷ്യന്റ് പല കാര്യങ്ങളും ചെയ്യാനുണ്ടാവും ഒരു ഹോസ്പിറ്റലില്. ഇത്തരം കാര്യങ്ങളിലൊക്കെ റെക്കോർഡ് ചെയ്യുന്നത് ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ്. അതുപോലെ തന്നെ പേഷ്യന്റിന്റെ എല്ലാ കാര്യങ്ങളും, പേഷ്യന്റ് വ്യൂസ്, പേഷ്യന്റെ കാഴ്ചപ്പാട് അല്ലെങ്കിൽ പേഷ്യന്റിന്റെ വ്യൂസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകിക്കൊണ്ട് കാര്യങ്ങൾ സുഗമമാക്കുന്നത് ഈ ഒരു പർട്ടിക്കുലർ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, നമുക്ക് ഈ ഒരു ഫസ്റ്റ് പേജും കൂടെ ഒന്ന് നമുക്ക് നോക്കിയിട്ട് ഫിനിഷ് ചെയ്യാവുന്ന കേട്ടോ. അടുത്തത് ഹോസ്പിറ്റൽ ഇൻഫോർമേഷൻ സിസ്റ്റം ബെനിഫിറ്റ്സ് ഇൻക്ലൂഡ് ഇംപ്രൂവിംഗ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ത്രൂ ഇംപ്രൂവ്ഡ് കമ്മ്യൂണിക്കേഷൻ, greater provider sensitivity towards patients, improved community awareness about the quality of service, and overall better use of service in the health system. മാത്രമല്ല പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഇതിലൂടെ വർദ്ധിക്കുന്നതാണ്. ഈ ഒരു പർട്ടിക്കുലർ സോഫ്റ്റ്വെയറിലൂടെ എല്ലാ കാര്യങ്ങളും പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ അതിലൂടെ എന്ത് ചെയ്യും, പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ വർദ്ധിക്കും. മാത്രമല്ല പേഷ്യന്റിന് കൂടുതൽ അവയർനെസ് ഉണ്ടാവുന്നതാണ്. ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിനും കൂടുതൽ അവയർനെസ് ഉണ്ടാവുന്നതാണ്. ഓക്കെ, അപ്പോ ഈ ഒരു ഹോസ്പിറ്റലിന്റെ ഈ ഒരു സിസ്റ്റം എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, പേഷ്യന്റിനെ സഹായിക്കുന്നുണ്ട്. ഹെൽത്ത് കെയർ മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ ഈസ് എ ഡിജിറ്റൈസ്ഡ് സിസ്റ്റം
digitalized system that helps in controlling the health information of patients in a healthcare facility. ഇതൊരു ഡിജിറ്റലൈസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ആണ്. ഇതിലൂടെ പേഷ്യന്റിന്റെ ഇൻഫോർമേഷൻസ് കൺട്രോൾ ചെയ്യാനും മാനേജ് ചെയ്യാനായിട്ടും സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ നമ്മള് ഇത്രയും പറഞ്ഞത് ഈ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയറിനെ കുറിച്ചിട്ടാണ് അല്ലെ. ഷോർട്ട് ആയിട്ട് ഒരു കാര്യം കൂടി പറയാം. ഇതൊരു സെൻട്രലൈസ്ഡ് സിസ്റ്റം ആണ്. ഒരൊറ്റ ക്ലിക്കിലൂടെ പേഷ്യന്റിന്റെ ഹിസ്റ്ററി, അതുപോലെ തന്നെ ബ്ലഡ് റിപ്പോർട്ട്, MRI, CT, പാത്തോളജിക്കൽ റിപ്പോർട്ട് ഇതിലൂടെ ലഭിക്കുന്നുണ്ട്. ഒരൊറ്റ ക്ലിക്ക് നമ്മൾ ചെയ്താൽ മതി. ഒരു സോഫ്റ്റ്വെയർ എടുത്തു കഴിഞ്ഞാൽ ഒരൊറ്റ ക്ലിക്കിലൂടെ പേഷ്യന്റ് ID ഒന്ന് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പേഷ്യന്റ് സകല ഡീറ്റെയിൽസും ഈ സിസ്റ്റത്തില് അവൈലബിൾ ആകുന്നതാണ്. അപ്പൊ നമുക്ക് പല കാര്യത്തിനായിട്ട് പല ഡിപ്പാർട്ട്മെന്റിനെ വിളിച്ചു വെക്കേണ്ടത്. ഇപ്പൊ നമുക്കൊരു ടെസ്റ്റ് ചെയ്യാനുണ്ട്, ലബോറട്ടറിയിൽ ഒരു ടെസ്റ്റ് ചെയ്യണം. നമ്മള് ലബോറട്ടറിയിൽ വിളിച്ചു വെക്കേണ്ട ആവശ്യമില്ല ടെസ്റ്റ് റിസൾട്ടിന് വേണ്ടിയിട്ട്. മറിച്ച് HESലോട്ട് എന്ത് ചെയ്യും അവര്, ഈ ഒരു പർട്ടിക്കുലർ റിപ്പോർട്ട് ആയിരിക്കും. അപ്പൊ റിസപ്ഷനിസ്റ്റിനോ അല്ലെങ്കിൽ ഡോക്ടറിനോ എന്ത് ചെയ്താൽ മതി, റൂമിലിരുന്ന് നമ്മള് ചെറിയൊരു ഉദാഹരണം പറഞ്ഞുതരാം. നിങ്ങള് ഡോക്ടേഴ്സിന്റെ റൂമിൽ പോകുമ്പോൾ, വലിയ വലിയ ഹോസ്പിറ്റലൊക്കെ ചെല്ലുമ്പോൾ, നിങ്ങൾ റൂമിലോട്ട് കടക്കുമ്പോൾ നമ്മൾ അവിടെ ചെന്നിരിക്കും അല്ലെ. നമ്മൾ പറയണ്ട നമ്മുടെ പേര് ഇതാണ്, നമ്മുടെ ഹെൽത്ത് ഇഷ്യൂ ഇതാണെന്നൊന്നും നമ്മൾ പറയേണ്ട ആവശ്യമില്ല. മറിച്ച് ഡോക്ടറിന്റെ സ്ക്രീനിൽ നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ പേര് ഇതാണ്, നമ്മൾ ഇവിടെ നിന്നാണ് വന്നത്, നമ്മുടെ ഹെൽത്ത് ഇഷ്യൂ ഇതാണെന്നൊക്കെ അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കാരണം നമ്മൾ ഓൾറെഡി അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിൽ ചെല്ലുമ്പോൾ അല്ലെ, റിസപ്ഷനിൽ നമ്മൾ എല്ലാ വിവരങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ വിവരങ്ങൾ എങ്ങോട്ട് പോകുന്നു, ഡോക്ടറുടെ റൂമിലോട്ട് പോകുന്നു. ഏത് സിസ്റ്റം വഴി, HES വഴി. ഒരൊറ്റ ക്ലിക്കിലൂടെ എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും വിരൽത്തുമ്പിൽ ലഭിക്കുന്ന തരത്തിലാണ് HES രൂപപ്പെടുത്തിയിരിക്കുന്നത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? മനസ്സിലായോ? ഓക്കെ. ഇനി ഈ ഒരു പിക്ചർ ഉണ്ട്, അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം കേട്ടോ. എന്താണ് ആ പിക്ചറിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഡൗട്ട് ഒന്നുമില്ലല്ലോ? മനസ്സിലായില്ലേ പുതിയ ചാപ്റ്റർ? ഓക്കെ ഓക്കെ, താങ്ക് യു. Thank you, ma'am.